ഫോർത്ത് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ 2023 ചോദിച്ചിട്ടുള്ള 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഫേം എ ഈസ് കൺസിഡറിങ് അക്വിസിഷൻ ഓഫ് ഫേം ബി. ഫേം എ ഈസ് കൺസിഡറിങ് അക്വിസിഷൻ ഓഫ് ഫേം ബി ബൈ മെർജർ. The following data are available. Earnings after tax: firm A 4 lakh, firm B 1 lakh 20,000. The next, number of equity shares 80,000, 20,000. Market value per share 2015. Then first question തന്നിട്ടുള്ളത് merging by share exchange ratio based on current market price. Calculate EPS of the merged firm. Second question, determine the share exchange ratio by which earnings of shareholders of firm B would not be affected. Also calculate EPS after merger. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ 2024 ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? EPS കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു മെർജ്ഡ് ഫേമിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേഷൻ ഓഫ് EPS ആഫ്റ്റർ മെർജർ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ EPS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ച് റേഷ്യോ, അതായത് ഫേം ബിയുടെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ഫേം എയുടെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സ്ചേഞ്ച് റേഷ്യോ കിട്ടും. അപ്പം ഫേം ബിയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നത് 15 ആണ്. ഫേം എയുടെ തന്നത് 20 ആണ്. ഇപ്പോൾ 15 ഡിവൈഡ് ബൈ 20 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.75 എന്ന് കിട്ടും. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0.75 ആണ്. അപ്പോൾ പുതിയ ഷെയർസ്, ന്യൂ ഷെയർസ് എത്രയായിരിക്കും? എ എന്നതിലെ പുതിയ ഷെയർസ് എത്രയായിരിക്കും? അതായത് ബി എന്നതിന് ഇഷ്യൂ ചെയ്യുന്നത് 20,000 ആണ്. 20,000 ഇൻറ്റു 0.75 എന്ന് വരും. അതായത് 15,000 ഷെയർസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ആഫ്റ്റർ മെർജർ എങ്ങനെയായിട്ട് മാറും? 80,000 ഓൾറെഡി എയിലുള്ളതും അതേപോലെ 15,000 ഇപ്പോൾ ബിയിൽ നിന്നും അക്വയർ ചെയ്തതും. ഇപ്പോൾ 95,000 ഷെയർസ് ആയിട്ട് മാറും. ഓക്കെ, ടോട്ടൽ ഏണിങ്സ്, എയുടെ ഏണിങ്സ് ക്വസ്റ്റ്യനിൽ തന്നത് 4 lakh ആണ്. ബിയുടെ ഇത് എത്രയാണ്? 1,20,000 ആണ്. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 5,20,000 ആണ്. അപ്പോൾ പുതിയ EPS, ന്യൂ EPS എങ്ങനെ വരും? ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ. ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 5,20,000 ആണ്. ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 95,000 ആണ്. അപ്പോൾ 5,20,000 ഡിവൈഡ് ബൈ 95,000 ആൻസർ നമുക്ക് എത്ര കിട്ടും? 5.47 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് EPS, ന്യൂ EPS ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 5.47 എന്ന് ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിറ്റർമൈൻ ദി ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ ബൈ വിച്ച് ദി ഏർണിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഫേം ബി വുഡ് നോട്ട് ബി എഫക്റ്റഡ് എന്നുള്ളതാണ്. ഫേം ബിയുടെ ഏർണിങ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എഫക്റ്റ് ചെയ്യരുത്. ആ രൂപത്തിലാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്ഥിതി ചെയ്യേണ്ടത് EPS നിലവിലുള്ളത് 4 lakh ആണ്. എയുടെ ഏർണിങ്സ് വരുന്നത് 80,000 ആണ് ഷെയർ. അപ്പോൾ EPS എത്രയാണ്? 5 ആണ്. ഇനി ബിയുടെ ഇത് 1,20,000 ആണ് ഏർണിങ്സ്, അതിൻ്റെ ഷെയർ 20,000 ആണ്. അപ്പോൾ ഏർണിങ്സ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേഷ്യോ, നേരത്തെ നമ്മൾ കണ്ടത് മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടല്ല കാണുന്നത്. ഈ നിലവിലുള്ള EPSനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേഷ്യോ എങ്ങനെ വരും? 6/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.20 എന്ന് കിട്ടും. ഇപ്പോൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് ബൈ എ എന്ന് പറയുന്നതിന് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയർ എത്രയാണ്? 20,000 ബിയുടെ ഷെയർ ഇൻറ്റു 1.20, അതായത് 24,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ആഫ്റ്റർ അക്വിസിഷൻ എങ്ങനെയായിട്ട് മാറും? 80,000 ഓൾറെഡി എയിലുള്ളതും 24,000 ഇപ്പോൾ ബിയിൽ നിന്ന് അക്വയർ ചെയ്യുന്നതും. അപ്പോൾ 1,04,000 ഷെയർ ആയിട്ട് മാറും. ഓക്കെ, ഇനി EPS ആഫ്റ്റർ മെർജർ
ടോട്ടൽ ഏർണിങ്സ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എത്ര തന്നെയാണ് 5,20,000 ആണ്. ഡിവൈഡ് ബൈ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ 1,00,000. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഇപ്പോൾ കണ്ടെത്തിയത് 1,04,000 ആണ്. ഇപ്പോൾ ഈസിക്കൽ ടു EPS എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പം ബി എന്ന് പറയുന്നതിൻ്റെ ഏർണിങ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു EPS. ബി എന്നതിൻ്റെ ഏർണിങ്സ് കുറയാൻ പാടില്ല, വിൽ നോട്ട് ബി എഫക്റ്റഡ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു EPS കണ്ടു കഴിഞ്ഞാൽ ബിയുടെ എന്ത് കിട്ടും? ടോട്ടൽ ഏർണിങ്സ് കിട്ടും. 24,000 ആണ് ബിയുടെ എന്ത് വരുന്നത്? ബിയുടെ ഷെയർ വരുന്നത് 24,000 ആണ്. നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു 5. ഓക്കെ, 5 ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയ ഏർണിങ്സ് EPS. അതായത് 24,000 ഇൻറ്റു 5 കണ്ടു കഴിഞ്ഞാൽ 1,20,000 നേരത്തെയുള്ള ആ ഒരു ഏർണിങ്സ് തന്നെ കിട്ടും. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ നമ്മളിവിടെ കാണുന്ന മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, ഓൾറെഡി ഉള്ള EPSനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടെത്തിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്? ബിയുടെ ഏർണിങ്സിനെ എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ 2024 ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് അതുകൂടെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.